ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമത്തിന് മഹത്വമുണ്ടാകത്തക്കവണ്ണം നമ്മളെ ഇന്ന് കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശു ക്രിസ്തു നമ്മൾക്ക് മുന്നേ നടക്കുന്ന ഒരു നല്ല ഇടയനാണ്. അവൻ നമ്മുടെ നാശത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, സമൃദ്ധിയുള്ള മേച്ചിൽപ്പുറത്തേക്കാണ്, വെള്ളമുള്ളിടത്തേക്കാണ് അവൻ തൻ്റെ ആടുകളെ നയിക്കുന്നത്. ലോകത്തിൻ്റെ വ്യഗ്രതയിൽപ്പെട്ട് ഉഴലുമ്പോൾ യേശുവിലേക്ക് നോക്കി നമ്മൾ യേശുവിനെ പിന്തുടർന്നാൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. ഒരാപത്തിലേക്കും നമ്മൾ ചെന്ന് വീഴുകയില്ല. കാരണം അവൻ നല്ല ഉത്തരവാദിത്തമുള്ള ഒരാട്ടിടയനാണ്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു പോലും നാശത്തിൽപ്പെടാനോ ശത്രുക്കളുടെ കയ്യിൽ ചെന്ന് വീഴുവാനോ അവൻ അനുവദിക്കുകയില്ല. സത്യസന്ധനായ ഒരു ആട്ടിടയനാണ്. നമ്മളെ നയിക്കുവാൻ കെൽപ്പുള്ളവനാണ്. നിങ്ങളുടെ മുന്നിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, നിങ്ങളുടെ ജീവിതം മരണത്തിലേക്ക് പോകുമെന്ന അവസ്ഥ വന്നാലും അവൻ നിങ്ങളെ ഇട്ടേച്ചു പോകില്ല. ഓടിപ്പോകുന്നവനല്ല, ഉത്തരവാദിത്വമുള്ള ഒരു കാവൽക്കാരനാണ്. ആ യേശുവിനോടൊപ്പം നമ്മൾക്ക് നടക്കാം. ആ യേശു കാണിക്കുന്ന വഴിയിലൂടെ നമുക്ക് നീങ്ങാം. ആ യേശു പറയുന്ന വചനത്തിലൂടെ നമ്മൾക്ക് യാത്ര ചെയ്യാം. നിങ്ങളുടെ മുന്നിൽ ഏത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഉറച്ചു വിശ്വസിക്കുക, എൻ്റെ കർത്താവ്, എൻ്റെ യേശു എനിക്ക് മുന്നേ നടക്കുന്നുണ്ട്. അവനൊരിക്കലും വഴി തെറ്റുകയില്ല. അവൻ എൻ്റെ സംരക്ഷകനും എന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നവനും എൻ്റെ എല്ലാ വീഴ്ചകളിലും എന്നെ താങ്ങുന്നവനുമാണെന്ന് മനസ്സിലാക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം യേശു കാണിക്കുന്ന വഴിയിലൂടെ മുന്നോട്ട് ചരിച്ചുകൊണ്ട്
അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. ഏതവസ്ഥയിലേക്ക് നമ്മൾ പോയാലും, ജോലിസ്ഥലത്തേക്ക് പോകുന്നവരും പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളും ബാങ്കുകളിലേക്ക് പോകുന്നവരും ഭവനം പണിയാൻ പോകുന്നവരും എല്ലാവരും സർവചരാചരങ്ങളും യേശുവിനെ നോക്കിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, യേശുവിൽ സമർപ്പിതമായ ഒരു ജീവിതമാണ് നിങ്ങളുടെയെങ്കിൽ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരനുഗ്രഹമായി മാറും. ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.